ഹായ്. ഈ ഒരു വീഡിയോ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്നവർക്കുള്ളതാണ് കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു അർജൻറ്റായിട്ടുള്ളൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ എനർജിയിലൂടെ ആയിരിക്കും കുറേ പേര് പോകുന്നുണ്ടായിരിക്കുക. കൺഫ്യൂഷൻ, നല്ല രീതിയിൽ പേർജിങ് വരുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ അങ്ങനെ അവെയർ ആകുമ്പോൾ പെട്ടെന്ന് ഓൾറെഡി ഒരു എലോൺ ലൈഫാണ്, പക്ഷെ ഒന്നുകൂടി എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. നമ്മൾ ആ ഒരു ഭയങ്കര മൂഡ് ഓഫ് പോലെ, അല്ലെങ്കിൽ മൂഡി ആവുന്ന പോലെ പർജിങ് വരുന്നു, കരച്ചിൽ വരുന്നുണ്ടായിരിക്കാം. പഴയ പാസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ റീസർഫസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്താണ് എനിക്ക് പറ്റിയത്, ഞാൻ എന്തിനാണ് ഈ ജേണി തന്നെയാണോ, അതോ എന്നെ ഈ ജേണി എന്താണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ സെൽഫായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെ കുറച്ച് നാച്ചുറുമായിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുന്നതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു എനർജി 99 പോർട്ടൽ എനർജി വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ DMs, യെസ്, ഡ്രീം ചാനൽ വരുന്നുണ്ട്, ഡ്രീം ജേർണൽസൊക്കെ. ഡ്രീമിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നങ്ങളാണ് കാണുന്നത്. നമുക്കത് എന്താണെന്നുള്ള എനിക്ക് ചില സമയത്ത് കാണുന്നത്, ഇപ്പോൾ 2 ദിവസമായിട്ട് കാണുന്ന ഒരു ഷൂ മിസ്സായി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത സ്വപ്നങ്ങൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. DMനെ കാണുന്നു സ്വപ്നത്തിൽ, നല്ല കോൺവെർസേഷൻസ്. DMൻ്റെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ ഈ സമയത്ത് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട്. DF ബാലൻസിങ് മെഡിറ്റേഷൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല റിവ്യൂ പറയുന്നുണ്ട്. കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. DF ബാലൻസ് ഞാൻ ഭയങ്കര റിലാക്സേഷനും അവരുടെ ആ ഒരു ബാലൻസിങ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നന്നായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യാം. ഇന്നർ വർക്ക് ഞാനിപ്പോൾ ഇന്നർ വർക്ക് ആയിട്ട് ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു ഇന്നർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബാലൻസ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇന്നർ വർക്ക് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അവെയർ ആയിട്ട്, പീസ്ഫുള്ളായിട്ട്. അപ്പോൾ ടാരോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഇന്നർ വർക്കാണ്. കാരണം ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുകയും അതൊരു സർവീസ് പോലെ, ഒരു ചാരിറ്റി പോലെ ചെയ്യുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഇന്നർ പീസാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസ് എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡിവിനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള എന്താ പറയുക, സ്പിരിച്വൽ ആ ഒരു മിസ്റ്റിക് വേൾഡിലേക്ക് കൂടുതൽ കടക്കാനാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു സോള് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനെ രീതിയിൽ കടക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഒരു ഡിവൈൻ ഫാമിലി എനർജിയിലേക്ക് വരുന്നത്. ഒരു സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിമായിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഐ എം നോട്ട് ഫിറ്റ് ഇൻ ദിസ് ഷിറ്റി വേൾഡ്. കാരണം എന്തോ പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി നമ്മളുടെ പ്രസൻസ് ബാക്കിയുള്ളവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഹീലാവുന്നുണ്ട്, ഹീൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ട്. എൻ്റെ പെറ്റിനൊക്കെ എനിക്ക് അങ്ങനെ എന്താ പറയുക, അവനില്ലാവുമ്പോഴൊക്കെ ഞാനിങ്ങനെ എനർജി കൊടുത്ത് ഹീൽ ചെയ്യുന്നുണ്ട്. ആർക്കേഞ്ചൽസിൻ്റെ പ്രസൻസൊക്കെ ഫീൽ ചെയ്യുന്നു. ക്ലെയറോ ഓഡിയൻസ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൈറ്റ് ഇയർ ചില സമയത്ത് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. അതെന്തെങ്കിലും റീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് വരുമ്പോഴൊക്കെയാണ് എനിക്കത് കറക്റ്റാണ്, കൺഫർമേഷനായിട്ട് വരാറുണ്ട്. ക്ലെയറോ ഓഡിയൻസ്, അങ്ങനെ കുറേ പേർക്ക് അതിനകത്ത് പല പല സൈക്കിക് എബിലിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഡിവൈൻ ഫാമിലി എനർജി ആണെങ്കിൽ കേട്ടോ, റിയൽ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾക്കത് വരുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ DM നിങ്ങൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാർഡ്സൊക്കെ എടുക്കുമ്പോഴും ഒരു മിസ്സിങ് എനർജി, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ബർഡൻ, ആ ഒരു ഹെവി എനർജിയാണ് നമ്മൾക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുന്നത് സോൾട്ട് ബാത്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, മാക്സിമം നിങ്ങളെ കണ്ടുപിടിക്കുക, നിങ്ങളെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, മ്യൂസിക്സ് കേൾക്കുക. ഞാൻ കൂടുതലും ഈ ഒരു സറൗണ്ടിങ്സിലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി നാച്ചുറലായിട്ട് ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്തിരുന്നിട്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ചെയ്യാറ്. കാരണം എനിക്ക് ആ ഒരു നാച്ചുറുമായിട്ട് ആ ട്രീസിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷനും ആ ഒരു ബ്രീത്തിങ്ങും ആ ഒരു എയറും ഒക്കെ വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക, കൂടുതൽ ഹീൽ ചെയ്യുക, ബ്രീത്തിങ് വർക്ക്സൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ 9 എന്ന് പറഞ്ഞാൽ ഹേർമീറ്റാണ്. ഹേർമീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷനാണ്, സെൽഫായിട്ടുള്ള ഇൻട്രോസ്പെക്ഷനാണ്. സെൽഫായിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, സെൽഫായിട്ട് പല കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന. സോ കൂടുതലായിട്ട് പഠിക്കുക, നിങ്ങളെ അറിയാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾ കൂടുതലായിട്ട് ഡിഗ് ചെയ്ത് പോകാനുണ്ട്. ഈ ഒരു സമയം അതിന് വേണ്ടി യൂസ് ചെയ്യുക, കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ റിയൽ വാല്യൂ അല്ലെങ്കിൽ റിയൽ പാഷനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. ഞാൻ പണ്ട്
10-15 കൊല്ലം ഡാൻസ്, പാട്ട്, വയലിനൊക്കെ പഠിച്ചിരുന്നു. പിന്നെ ഈ ഒരു ജേണിയിലേക്ക് എത്തിയപ്പോൾ അതൊക്കെ മെല്ലെ നിർത്തി ഇതിലേക്ക് ഫോക്കസായി. ഞാൻ എന്നെ അറിയാതെ കുറേ എൻ്റെ പാഷനെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. സോ ബാക്ക് ടു നോർമൽ ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് ഞാൻ അത് എൻജോയ് ചെയ്യുന്നു. എൻ്റെ പാഷനിലേക്ക് ഞാൻ എൻജോയ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്നെ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു DM ഉണ്ട്. നമ്മൾ DM പുറത്ത് നോക്കാതെ എൻ്റെ ഉള്ളിൽ DM ഉണ്ട്, DF ഉണ്ട്. അപ്പോൾ എൻ്റെ DM ആദ്യം സാറ്റിസ്ഫൈഡ് ചെയ്താലല്ലേ പുറത്തെ DM വരുള്ളൂ. അപ്പോൾ എൻ്റെ എൻ്റെ ഡിവൈൻ മാസ്കുലിൻ, എൻ്റെ ഉള്ളിലത്തെ ആ ഒരു മാസ്കുലിൻ എനർജിക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കുക. അപ്പോഴാണ് ആ പുറത്തെ ഡിവൈൻ മാസ്കുലിന് വരാൻ സാധിക്കുകയുള്ളൂ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ.